നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 5 മന്ത്രിമാർ തന്നെ വേണമെന്ന് മുസ്ലിം ലീഗ്. ഒപ്പം MK മുനീറിന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ. ഇതിനു പുറമെ ഡെപ്യൂട്ടി സ്പീക്കർ കൂടി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ലീഗ് പറയുന്നു. ലീഗിനെ തളയ്ക്കാൻ കോൺഗ്രസ് ഒരുക്കിയ ഫോർമുല മറ്റൊന്ന്. കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫുമായി ഇന്നലെ സതീശൻ വ്യക്തിപരമായൊരു കൂടിക്കാഴ്ച നടത്തി. സാഹചര്യം മനസ്സിലാക്കണമെന്നും ഒരൊറ്റ മന്ത്രിസ്ഥാനം മാത്രമേ ഇപ്പോൾ നൽകാൻ കഴിയൂ എന്നും സതീശൻ ജോസഫിന് ബോധ്യപ്പെടുത്തി. 2 മന്ത്രിസ്ഥാനം എന്ന ആവശ്യം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ കൊണ്ട് ശക്തമായി ഉന്നയിക്കുക കോൺഗ്രസ് ലക്ഷ്യം തന്നെ. ഇതുവഴി മുസ്ലിം ലീഗിനെ തളയ്ക്കുകയാണ് VD സതീശൻ്റെയും കൂട്ടരുടെയും ലക്ഷ്യം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നു. മറുവശത്ത് ലീഗ് 5 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നു. അതിപ്പോൾ നിർവാഹമില്ല. മുസ്ലിം ലീഗിന് 4, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 1. ഇങ്ങനെയൊരു അവസാന ഫോർമുലയിൽ കാര്യങ്ങൾ എത്തിക്കാൻ തീവ്ര ശ്രമം നടത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം. 2 മന്ത്രിസ്ഥാനം ലഭിച്ചാൽ അതിലൊന്ന് അബു ജോൺ ജോസഫിന് നൽകുകയാണ് ജോസഫിൻ്റെ ലക്ഷ്യം. ആദ്യ മന്ത്രിസ്ഥാനം മോൻസ് ജോസഫിന് വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ PJ ജോസഫ് വിഭാഗത്തിൽ ഏറെ സീനിയറാണ് തോമസ് ഉണ്ണിയാടൻ. തോമസ് ഉണ്ണിയാടനെ വെട്ടി അബു ജോൺ ജോസഫിന് മന്ത്രിസ്ഥാനം നൽകിയാൽ അത് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകും. ഇനി ഒരു മന്ത്രിസ്ഥാനമാണ് ഉറപ്പിക്കുന്നതെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനം PJ ജോസഫ് വിഭാഗത്തിന് കിട്ടും. അത് തോമസ് ഉണ്ണിയാടന് തന്നെ നൽകുകയാണ് ലക്ഷ്യം. അതിനു പിന്നിൽ മറ്റൊരു സ്വാർത്ഥ താൽപ്പര്യം PJ ജോസഫിനുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം തനിക്ക് വേണമെന്ന് PJ ജോസഫ് ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു. സമവായ ഫോർമുലയായി മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം ഓഫർ ചെയ്താൽ ഒരുപക്ഷെ PJ ജോസഫ് ഒരു മന്ത്രിസ്ഥാനത്തിലും ചീഫ് വിപ്പിലും ഭരണപരിഷ്കാര ചെയർമാൻ സ്ഥാനത്തിലും ഒതുങ്ങിയേക്കാം. നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ 5 മന്ത്രിസ്ഥാനം അനുവദിച്ചു കൊടുക്കുക അത്ര എളുപ്പമല്ല കോൺഗ്രസിന്. പ്രത്യേകിച്ച് ലീഗിൻ്റെ നോമിനിയായി VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ലീഗിന് മുന്നിൽ വല്ലാതെ വളഞ്ഞു കൊടുത്താൽ അത് വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകും. കാലങ്ങളായി മുസ്ലിം ലീഗ് തങ്ങളുടെ കൈവശം വച്ചുകൊണ്ടിരിക്കുന്ന വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ്. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. മുസ്ലിം ലീഗുമായി കട്ടക്കിടഞ്ഞു നിൽക്കുകയാണ് SNDP നേതൃത്വം. മറുവശത്ത് NSSും വലിയ അകലം പാലിക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൻ്റെ കയ്യിൽ തന്നെയാണ് എങ്കിൽ അത് വലിയ വിവാദങ്ങൾക്ക് കാരണമാകും. ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വം ലീഗിനെ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമങ്ങൾ തുടരുന്നു. ലീഗ് യാതൊരു വിധത്തിലും അയയുന്നില്ല. വിദ്യാഭ്യാസ വകുപ്പിന് തുല്യ പ്രാധാന്യമുള്ള മറ്റൊരു പ്രധാന വകുപ്പ് തരാം എന്നതാണ് കോൺഗ്രസിൻ്റെ ഓഫർ. ആഭ്യന്തര മന്ത്രിസ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്കെന്നുറപ്പ്. ധനകാര്യ വകുപ്പ് കയ്യിൽ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് VD സതീശൻ. എന്നാൽ ധനകാര്യവും റവന്യൂവും തൻ്റെ ഗ്രൂപ്പിലുള്ള മന്ത്രിമാർക്ക് നൽകണമെന്ന് ശാഠ്യം പിടിക്കുന്നു മറുവശത്ത് KC. VD സതീശനും UDF കൺവീനർ അടൂർ പ്രകാശും ഇപ്പോൾ ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച തുടങ്ങി. തിങ്കളാഴ്ച എന്തു വന്നാലും 21 അംഗ പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് സതീശൻ പറയുന്നത്. നാളെ ഉച്ചയോടെ മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറണം. ഇന്നലെ രാത്രി കൊച്ചിയിലേക്ക് പോയ VD സതീശൻ ഇപ്പോൾ രാവിലെ തിരികെ തിരുവനന്തപുരത്തെത്തി തീവ്ര ചർച്ചകളിൽ മുഴുകുന്നു. UDF കൺവീനർ അടൂർ പ്രകാശ് ഇന്നലെ രമേശ് ചെന്നിത്തലയെ തള്ളിപ്പറഞ്ഞിരുന്നു. അത് ചെന്നിത്തല ക്യാമ്പിൽ വലിയ പ്രകോപനമുണ്ടാക്കി. മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിസ്ഥാനങ്ങൾ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവ കോൺഗ്രസിനാണ് എന്നത് നിലവിലെ ധാരണ. 5 മന്ത്രിമാർ വേണമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം അംഗീകരിച്ചാൽ കേരള കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനം നൽകേണ്ടി വരും. മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ്, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നൽകാമെന്നാണ് കോൺഗ്രസ് PJ ജോസഫിനോട് തുടർച്ചയായി പറയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ തന്നെ വേണം എന്ന് ലീഗ് ശാഠ്യം പിടിക്കുന്നു. വിദ്യാഭ്യാസത്തിന് പുറമെ വ്യവസായം, IT, നഗരവികസനം, പൊതുമരാമത്ത്, ന്യൂനപക്ഷക്ഷേമം ഏറ്റവും പ്രധാന വകുപ്പുകൾ തന്നെയാണ് ഇവയൊക്കെ. അന്ന് സാമൂഹ്യക്ഷേമവും ലീഗിൻ്റെ കയ്യിലായിരുന്നു. ഇതിൽ ഒരു വകുപ്പ് പോലും വിട്ടുകൊടുക്കില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി ശാഠ്യം പിടിക്കുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ജലവിഭവ വകുപ്പാണ് PJ ജോസഫ് കൈകാര്യം ചെയ്തത്. ഇത്തവണ തങ്ങളുടെ MLAമാരുടെ എണ്ണം കൂടി. അതുകൊണ്ട് തന്നെ പൊതുമരാമത്ത്, റവന്യൂ ഇതിലേതെങ്കിലും ഒരു വകുപ്പ് തങ്ങൾക്ക് വേണം എന്ന് ശാഠ്യം പിടിക്കുന്നു PJ ജോസഫ്. മുൻപ് തൊഴിൽ വകുപ്പുണ്ടായിരുന്ന RSP ഇത്തവണ ടൂറിസം, വൈദ്യുതി, ജലവിഭവം എന്നിവയിൽ ഒന്ന് കിട്ടണം എന്ന വാശിയിലാണ്.
ഇതിൽ ടൂറിസം ഷിബു ബേബി ജോൺ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സഹകരണം, തുറമുഖ വകുപ്പുകൾ CP ജോൺ ആവശ്യപ്പെടുന്നു. നേരത്തെ കൈകാര്യം ചെയ്ത ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃകാര്യ വകുപ്പുകൾക്കായി അനൂപ് ജേക്കബ്. കോൺഗ്രസിൽ നിന്ന് K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സണ്ണി ജോസഫ്, PC വിഷ്ണുനാഥ്, M ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് ഏകദേശം ഉറപ്പിച്ചു. മറുവശത്ത് ടീഷ് സിദ്ദിഖ്, ഷാനിമോൾ ഉസ്മാൻ, അൻവർ സാദത്ത് എന്നിവരിൽ ഒരാൾ മന്ത്രിസഭയിലെത്തും. ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കം തുടരുന്നു. അൻവർ സാദത്തിനു വേണ്ടി ശക്തമായി പിടിമുറുക്കിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. AP അനിൽകുമാറോ VP സജീന്ദ്രനോ ഒരാൾക്ക് നറുക്ക് വീഴും. IC ബാലകൃഷ്ണന്റെ പേര് ഇപ്പോൾ പരിഗണനയിലുണ്ട്. ചെറുപ്പക്കാരിൽ നിന്ന് റോജി M ജോൺ, ചാണ്ടി ഉമ്മൻ, മാത്യു കുഴൽനാടൻ എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ട്. എന്നാൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരുപാട് പേർ മന്ത്രിസഭയിലെത്തിയത് ഇവരുടെ സാധ്യതയെ വെല്ലുവിളിക്കുന്നു. തലസ്ഥാനത്തുള്ള N ശക്തനും ശക്തമായി അവകാശവാദം ഉന്നയിക്കുന്നു. സമുദായ ഇക്വേഷനാണ് പ്രധാനം. എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കണമെങ്കിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രിയടക്കം 12 പേരെ ലഭിക്കണം. ലീഗിന് 4, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 1 എന്ന തലത്തിൽ ഘടകകക്ഷികളെ ഒതുക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് 12 മന്ത്രിസ്ഥാനം കയ്യിൽ വയ്ക്കാം. KPCC പ്രസിഡന്റായ സണ്ണി ജോസഫിന് ഏത് വകുപ്പ് എന്നതിൽ ഇപ്പോൾ ചർച്ചകൾ തുടരുന്നു. റവന്യൂ വകുപ്പാണ് കൂടുതൽ സണ്ണി ജോസഫ് ആഗ്രഹിക്കുന്നത്. മലയോര മേഖലയിൽ നിന്ന് വരുന്നതുകൊണ്ട് കൃഷി, വനം വകുപ്പ് ഇവയിലേതെങ്കിലും സണ്ണി ജോസഫിന് നൽകാനുള്ള സാധ്യതയുമേറി. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട KC വേണുഗോപാൽ ഒടുവിൽ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ ശക്തമായ ഇടപെടലുകളാണ് ഇപ്പോൾ നടത്തുന്നത്. ഇത് പല സമവാക്യങ്ങളും മാറ്റിമറിക്കും. VD സതീശൻ പ്രതിപക്ഷ നേതാവായും സണ്ണി ജോസഫ് KPCC അധ്യക്ഷനുമായും കഴിഞ്ഞ 1 വർഷം പ്രവർത്തിച്ചു. കാര്യമായ അസ്വസ്ഥതകളൊന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടായില്ല. സണ്ണി ജോസഫ് KC പക്ഷക്കാരനാണ്. എന്നാൽ സതീശനും സണ്ണി ജോസഫും തമ്മിൽ ഇതുവരെ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. സണ്ണിക്ക് ഒരു പ്രധാന വകുപ്പ് നൽകുന്നതിനോട് സതീശന് യാതൊരുവിധ വിയോജിപ്പുകളുമില്ല. രമേശ് ചെന്നിത്തലയുമായി വ്യക്തിപരമായ ബന്ധം ഇപ്പോഴും സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു സതീശൻ. അതുകൊണ്ട് തന്നെ ഇരുവരും ചേർന്നുള്ള നീക്കങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിച്ചേക്കാം. PK കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ PK ബഷീർ ഇപ്പോൾ സാധ്യതാ പട്ടികയിൽ 2ാം സ്ഥാനത്ത്. KM ഷാജിയെ 3ാമതായി പരിഗണിക്കുന്നു. യുവമുഖം എന്ന നിലയിൽ N ഷംസുദ്ദീൻ സാധ്യതാ പട്ടികയിൽ 4ാം സ്ഥാനത്ത്. 5 മന്ത്രിമാരെ ലഭിച്ചാൽ കാസർഗോഡ് നിന്നുള്ള AKM അഷ്റഫിനെ പരിഗണിക്കും. കോഴിക്കോടുള്ള MLA മാരിൽ ഒരാൾക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്ന ആവശ്യം ശക്തമാക്കി മറുവിഭാഗം. പാറക്കൽ അബ്ദുള്ള, റസാഖ് മാസ്റ്റർ എന്നിവരിൽ നിന്ന് ശക്തമായ സമ്മർദ്ദം ലീഗ് നേതൃത്വം നേരിടുന്നു. G സുധാകരൻ മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നു. എന്നാൽ G സുധാകരനെ മന്ത്രിയാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ താല്പര്യമില്ല. RSP പ്രതീക്ഷിക്കുന്നത് ഒരു മന്ത്രിസ്ഥാനം. CP ജോണിനും അനൂപ് ജേക്കബിനും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. ഇതിനിടയിൽ KM ഷാജിയോ V അബ്ദുൾ ഗഫൂറിനെയോ പരിഗണിക്കണം എന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം ശക്തമായ ആവശ്യമുന്നയിച്ചു. ഒരുപക്ഷെ 4ാം സാധ്യത KM ഷാജിക്ക് നറുക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിക്ക് IT വ്യവസായം, N ഷംസുദ്ദീന് വിദ്യാഭ്യാസം, V അബ്ദുൾ ഗഫൂറാണ് എങ്കിൽ പൊതുമരാമത്ത്, KM ഷാജി ഉണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, PK ബഷീറിന് ന്യൂനപക്ഷം, പ്രവാസിക്ഷേമം എന്നിങ്ങനെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ ഏകദേശ ധാരണ രൂപപ്പെട്ടിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ ചർച്ചകളിൽ കടന്നുവരാത്ത V അബ്ദുൾ ഗഫൂർ ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് വലിയ സാധ്യത കൽപ്പിക്കുന്നു. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയായ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ കൂടിയാണ് അബ്ദുൾ ഗഫൂർ. VD സതീശന് അബ്ദുൾ ഗഫൂറിനോട് പ്രത്യേക താല്പര്യമുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് അബ്ദുൾ ഗഫൂർ. കോഴിക്കോടിന് ഒരു മന്ത്രി വേണം എന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാണ്. കോൺഗ്രസിൽ നിന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറോ KPCC ജനറൽ സെക്രട്ടറി K ജയന്തോ മന്ത്രിയായേക്കുമെന്ന സൂചനകൾ ശക്തം. ഇന്ന് വൈകിട്ടോടെ മന്ത്രിമാരും വകുപ്പുകളുമൊക്കെ ഏകദേശ ധാരണയാകും. തിങ്കളാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ. ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് 1 ലക്ഷത്തോളം ആളുകൾ എത്തിച്ചേരുമെന്ന ധാരണയാണ് ഇപ്പോൾ UDF-ൽ. പന്തലിൽ 10,000 പേർക്കിരിക്കാം. പാസ് മൂലം സന്ദർശകരെ നിയന്ത്രിക്കും. പന്തലിന്റെ വശങ്ങളിൽ വീഡിയോ വാൾ ഒരുക്കുന്നതിനൊപ്പം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞ കാണുന്നതിനായി നിശാഗന്ധി ഉൾപ്പെടെ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ വലിയ സ്ക്രീനുകൾ. പൊതുജനങ്ങളുടെ പ്രവേശനം പാസ് മൂലം നിയന്ത്രിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം മന്ത്രിമാർ ലോക് ഭവനിൽ ഗവർണറുടെ സൽക്കാരത്തിനായി പോകും. പിന്നീട് മന്ത്രിസഭാ യോഗം. MLA-മാരുടെ സത്യപ്രതിജ്ഞ മെയ് 21-ന്, സ്പീക്കർ തെരഞ്ഞെടുപ്പ് മെയ് 22-ന്, ഗവർണറുടെ നയപ്രഖ്യാപനം മെയ് 29-ന്, സംസ്ഥാന ബജറ്റ് ജൂൺ 5-ന്. പിന്നെ ശക്തമായ ഭരണം, അതാണ് UDF ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.